ഓല, ഞാൻ അരുൺ തഥാഗത്, ഒരു ചെറിയ യാത്രികൻ. ഈ വണ്ടിയായിട്ട് കുറച്ച് രാജ്യങ്ങളിലൂടെ സഞ്ചരിക്കാൻ ഭാഗ്യം കിട്ടി. അങ്ങനെ മിക്കവാറും നാളെ പോർച്ചുഗലിനകത്തേക്ക് കയറുന്നു. അപ്പോൾ ഇതാ ഇവിടുത്തെ സ്പാനിഷ് പോലീസ്, അവരും ചിരിച്ചുകൊണ്ട് പോയി. അത് സ്പാനിഷ് പോലീസാണ്. സ്പാനിഷ് അതിർത്തിയോടടുത്താണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇനി പോർട്ടുഗലാണ്. അപ്പോൾ ഇത്രയും രാജ്യങ്ങൾ വന്നുകൊണ്ട് പലരും എന്നോട് ചോദിക്കാറുണ്ട്, ഞാൻ ഈ നേരിട്ട ആദ്യത്തെ കൾച്ചറൽ ഷോക്ക് എന്താണെന്ന് ചോദിച്ചാൽ. ചിലതൊക്കെ നമ്മൾ കുട്ടിക്കാലം പോലെ തന്നെ യൂറോപ്പിനെ പറ്റി കേട്ടതുകൊണ്ടും അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് അത്രയും ഭയങ്കരമായിട്ടൊന്നും ഉണ്ടായില്ല. എന്നാലും ഒരു കാര്യം തുറന്നു പറയട്ടെ, ഞാൻ യൂറോപ്പൊക്കെ ഇപ്പം നാട്ടിൽ നമ്മൾ ഭയങ്കര വൃത്തിയായിട്ട് എന്നൊക്കെ നാട്ടിൽ ഞാൻ തന്നെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന മുമ്പ് തിരുവനന്തപുരം മേയർ പ്രശാന്ത് മേയർ ബ്രോ എന്ന് പേരായിട്ട് ഇപ്പം അദ്ദേഹം MLA ആണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു രീതിയുണ്ട്. പല മാലിന്യങ്ങളെ ഇങ്ങനെ സെഗ്രിഗേറ്റ് ചെയ്ത് ഓരോന്നും ഒരാഴ്ച കൂടുമ്പോൾ ചിലത് ജൈവ മാലിന്യങ്ങളെല്ലാം ഇവർ എല്ലാ ദിവസവും എടുക്കും. മറ്റേതൊക്കെ ആഴ്ചയിൽ ഒരിക്കൽ ചില്ലുകളൊക്കെ ഇപ്പം നമ്മുടെ നാട്ടിലുണ്ട്. കുപ്പിച്ചില്ലൊക്കെ ഇത്ര മാസം കൂടുമ്പോൾ എടുക്കുന്ന ആ ഒരു സിസ്റ്റം. ഇത് അന്നത്തെ ആ കാലം പോലും ഞാൻ ഫോളോ ചെയ്തു വരുന്നതാണ്. എല്ലാം സെഗ്രിഗേറ്റ് ചെയ്ത് പ്ലാസ്റ്റിക് തന്നെ ഞാൻ ഉപയോഗിക്കുമ്പോൾ ഞാൻ വളരെ അപൂർവമാണ്. ഞാൻ എന്ന് പറയുന്നതിലോ അല്ലെങ്കിൽ നമ്മൾ ഭയങ്കര സംഭവമാണെന്നൊന്നും അല്ല കേട്ടോ പറഞ്ഞു വരുന്നത്. അങ്ങനെയൊന്നും ആരും തെറ്റിദ്ധരിക്കരുത്. എന്നാലും ഇങ്ങനെ കേട്ടപ്പോൾ നമ്മൾ സ്വയം മാറ്റിയതാണ്. അപ്പോൾ പ്ലാസ്റ്റിക് വരെ സെഗ്രിഗേറ്റ് ചെയ്ത് പ്ലാസ്റ്റിക്കിനകത്ത് ചെറിയ പ്ലാസ്റ്റിക് വേറെയാക്കി, അതായത് കട്ടി കൂടിയ റീസൈക്കിൾ ചെയ്യാൻ പറ്റിയ പ്ലാസ്റ്റിക് വേറെയാക്കി, കുപ്പിച്ചില്ലുകൾ വേറെയാക്കി, അങ്ങനെയായിരുന്നു കുറേ കാലങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരുന്നതൊക്കെ. നമ്മൾ മേടിക്കുന്ന തന്നെ ഇപ്പോൾ കൊച്ചിയിൽ അറിയാം, 79 എന്ന് പറഞ്ഞ് ഗ്രീൻ സ്റ്റോറുണ്ട്. പ്ലാസ്റ്റിക് ഇല്ലാത്ത എല്ലാം തന്നെ പ്ലാസ്റ്റിക്കിലല്ലാണ്ട് എടുക്കുന്നത്. മിക്കവാറും എല്ലാ പർച്ചേസുകളും അവിടെ നിന്ന് ആയതുകൊണ്ട് തന്നെ നമ്മളുടെ ഭാഗത്തു നിന്ന് പ്ലാസ്റ്റിക് പ്രൊഡ്യൂസ് തന്നെ നമ്മളായിട്ട് ഉണ്ടാക്കണം വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു വലിയ സംഭവമല്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ ഇരുന്ന് എൻ്റെ ധാരണ മുഴുവൻ യൂറോപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേട്ടേക്കണോ അങ്ങനെയാണ്, ഭയങ്കര വൃത്തിയുടെ കേന്ദ്രമാണ്. വന്നിറങ്ങുന്ന ആദ്യത്തെ യൂറോപ്യൻ രാജ്യം ഫ്രാൻസാണ്. ഫ്രാൻസിലേക്ക് വന്നിറങ്ങുമ്പോൾ അതായിരുന്നു വലിയൊരു കൾച്ചറൽ ഷോക്ക്. കാരണം എല്ലാം എടുത്തിട്ട് ഒരൊറ്റ ബിന്നിനകത്താണ് ഇടുന്നത്. എല്ലാം ലാൻഡ് ഫില്ലിങ്ങിലേക്കാണ് പോകുന്നത്. ജൈവമാലിന്യവും കുപ്പിച്ചില്ലും അല്ലാത്തതൊക്കെ ഭയങ്കര അത്ഭുതമായിരുന്നു. യൂറോപ്പിലെ ചില രാജ്യങ്ങളൊക്കെ ഇപ്പോൾ ജർമ്മനിയോ കുറച്ചൊക്കെ വ്യത്യാസമുണ്ട്. എന്നാലും നമ്മളീ പറയുന്ന ഭയങ്കര ഇതൊന്നുമല്ല. കാഴ്ചയ്ക്ക് എല്ലായിടവും വൃത്തിയാണ്. പക്ഷേ സെഗ്രിഗേഷൻ എന്ന് പറയുന്നത് അതൊക്കെ വളരെ കുറവാണ്. സെഗ്രിഗേറ്റ് ചെയ്ത് ഇങ്ങനെ ചെയ്യുന്നത് ആ ഒരു കാര്യത്തിൽ വളരെ സത്യസന്ധമായിട്ട് പറയട്ടെ, ആ തിരുവനന്തപുരം മേയർ ബ്രോയുടെ അത് തന്നെയാണ് ഏറ്റവും മികച്ച, ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച മോഡൽ എന്ന് പറയാൻ എനിക്ക് അദ്ദേഹത്തെ ഒരു പരിചയമില്ല കേട്ടോ. ഒരു രാഷ്ട്രീയ താല്പര്യം വെച്ചുകൊണ്ടല്ല ഞാൻ പറയുന്നത്, തുറന്ന് സമ്മതിക്കുകയാണ്. കേരളത്തിന് പറ്റിയ ഏറ്റവും മികച്ച മോഡലും അത് തന്നെയാണ്. യൂറോപ്പിലിപ്പോൾ ഇതിനേക്കാൾ മികച്ച സ്കാൻഡിനേവിയൻ രാജ്യങ്ങളുണ്ട്, അല്ലെങ്കിൽ ജപ്പാൻ ലോകത്തിലെ മാലിന്യ സംസ്കരണത്തിൽ ഏറ്റവും മികച്ചതാണ്. ഒരിക്കലും അമേരിക്കയൊന്നും കമ്പാരിസൺ പോലും ഇല്ല. അമേരിക്കയിലെ എല്ലാം കൂടി ചേർത്തിട്ട് ഒറ്റ അടിക്കിട്ടിട്ട് മുഴുവൻ വേസ്റ്റുകൾ ഇട്ടിട്ട് ലാൻഡ് ഫില്ലിങ്ങിലേക്കാണ് പോകുന്നത്. ഇവർക്ക് ലാൻഡ് ധാരാളമുണ്ട്, നമുക്ക് ലാൻഡ് ഇല്ല. പോപ്പുലേഷൻ വളരെ കൂടുതലാണ്, ഡെൻസിറ്റി കൂടുതലാണ്. നമ്മൾ ഒരിക്കലും ലാൻഡ് ഫില്ലിങ്ങോ ഒന്നും ചെയ്യാനേ പാടില്ല. അതുമല്ല, ലോകത്തിൽ തന്നെ ഇതുപോലെ കൃത്യമായിട്ട് പ്ലാസ്റ്റിക് സെഗ്രിഗേറ്റ് ചെയ്തിട്ട് എടുത്തുകൊണ്ട് വരുന്ന അതൊന്നുമില്ല. ഇപ്പം ജപ്പാനിൽ ചെല്ലുകയാണെങ്കിൽ നമ്മളൊരു കുപ്പി എടുക്കുകയാണ്, മിനറൽ വാട്ടറിൻ്റെ കുപ്പി എടുത്താൽ കുപ്പി നമ്മൾ സെഗ്രിഗേറ്റ് ചെയ്യണം. കുപ്പി വേറെ, അടപ്പ് വേറെ, അതിനകത്തെ ആ റാപ്പർ ഉണ്ടല്ലോ, മറ്റേ ആ എഴുതിയേക്കണ കമ്പനിയുടെ പേര്, അതുവരെ സെഗ്രിഗേറ്റ് ചെയ്യണം. അതാണ് മികച്ച മാതൃക. അതിനോടടുത്ത് നിൽക്കുന്ന മാതൃകയാണ് നമ്മുടെ പ്രശാന്ത് മേയർ ബ്രോയുടെ ഇത്. ഇപ്പോഴും കേരളം തീരെ മോശം എന്ന് പറയാൻ പറ്റില്ല. നമ്മളായിട്ട്, മലയാളികളായിട്ട് അല്ലെങ്കിൽ കേരളീയരായിട്ട് അലക്കവലത്തായിട്ടുള്ളതിനപ്പുറം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഇത്രയും കൃത്യമായിട്ട് സെഗ്രിഗേറ്റ് ചെയ്ത് അതിനെ സംസ്കരിക്കാനുള്ള കുറേ കയ്യിൽ നിന്നൊക്കെ പോകുന്നുണ്ട്. എങ്കിലും ആത്മാർത്ഥമായ ശ്രമങ്ങളെങ്കിലും നടക്കുന്നുണ്ട്. കേരളത്തിൽ മാത്രമേ ഇങ്ങനെയൊക്കെ കൃത്യമായിട്ട് പ്ലാസ്റ്റിക് നമ്മളുടെ അടുത്ത് വന്ന് മേടിച്ചുകൊണ്ട് വന്നൊക്കെ ഉള്ളൂ. പിന്നെ ചില പഞ്ചായത്തുകളൊക്കെ വളരെ മികച്ച മാതൃകയിലേക്കൊക്കെ മാറിയിട്ടുണ്ട്, ചില കോർപ്പറേഷനുകൾ, ചില മുനിസിപ്പാലിറ്റികളൊക്കെ. അതുകൊണ്ട് കേരളം എല്ലാ കാര്യത്തിലും മോശമാണെന്ന് പറയേണ്ട, നമ്മൾ കുറച്ചുകൂടി ഒന്ന് എല്ലാം സെഗ്രിഗേറ്റ് ചെയ്യുന്ന ആ രീതിയിലേക്കൊന്ന് മാറിയാൽ കേരളത്തിലെ മാലിന്യ സംസ്കരണം ഇപ്പം നടക്കുന്നത് അത് വിജയിച്ച സ്ഥലത്തിലേക്ക് വരികയാണ്. ആ പ്രശാന്ത് മേയർ ബ്രോയുടെ ആ ഒരു ശൈലിയിലേക്ക് എത്തുകയും കേരളം മുഴുവനെങ്കിൽ ഇതിനേക്കാൾ മികച്ച മാതൃക ലോകത്തെ തന്നെ അപൂർവമാണെന്ന് ഒരു സംശയമില്ലാണ്ട് പറയും. അതുകൊണ്ട് തന്നെ കേരളം ഇപ്പം തൽക്കാലം യൂറോപ്പിനേക്കാൾ ഭേദം ആയിക്കൊണ്ടിരിക്കും എന്ന് തന്നെ നമുക്ക് കരുതാം. അല്പം വൃത്തിയുടെ കാര്യം നമ്മൾ ഒന്നുകൂടി ഒന്ന് വൃത്തിയാക്കിയിട്ടുണ്ടെങ്കിൽ, നമ്മളൊന്ന് സെഗ്രിഗേറ്റ് ചെയ്യാൻ തുടങ്ങിയാൽ, നമ്മൾ ആ വലിച്ചെറിയലൊക്കെ നിർത്തി. അപ്പം ഞാനൊക്കെ ഫോർട്ട് കൊച്ചിയിലും കോഴിക്കോട് വരെ പോയി നിരന്തരം മാലിന്യം ബീച്ചിൽ നിന്നൊക്കെ പെറുക്കലായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ എൻ്റെ സുഹൃത്തുക്കൾ വേണ്ടി ചോദിക്കും, നീ മാലിന്യം ഇടാത്ത നീ എന്തിനാണ് ഇതൊക്കെ ചെയ്യാൻ പോണത്? ഇടുന്നവരെല്ലാവരും ഇത് ചെയ്യുകയും
നിങ്ങൾ വീണ്ടും ക്ലീൻ ചെയ്യാനായിട്ട് നിങ്ങൾ കുറച്ച് പേരും ചോദിച്ചു. അപ്പോൾ ഞാൻ ശരി തന്നെയാണ് അവർ പറഞ്ഞത് എങ്കിലും ഒരു കഥ അന്നേരം ഓർത്തു. ഒരു സന്യാസി നടന്നു പോവാണ്. അപ്പോൾ ഒരു ചെറിയൊരു തോട് കടന്നു പോകണം. അപ്പോൾ തോട്ടിലേക്ക് നോക്കിയപ്പോൾ ഒരു തേള് അതിനകത്ത് ഇരിക്കുന്നു. അപ്പോൾ ഈ തേളിനെ രക്ഷിക്കാനായിട്ട് സന്യാസി അതിനെ കഷ്ടപ്പെട്ട് ഒരു ഇതൊക്കെ വെച്ചിട്ട് തുണിയൊക്കെ എടുക്കാൻ നോക്കും. തേള് സന്യാസിയെ കൊത്തും. വീണ്ടും അദ്ദേഹം നോക്കും, അദ്ദേഹത്തെ വീണ്ടും കുത്തിക്കൊണ്ടിരിക്കും. 3-4 തവണയായപ്പോൾ ശിക്ഷൻ വന്നിട്ട് ചോദിച്ചു, അങ്ങേക്ക് മനസ്സിലാവുന്നില്ല, അത് കടിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്, പിന്നെ എന്തിനാണ് അങ്ങ് ഇതൊക്കെ ഇത്രയും കഷ്ടപ്പെട്ട് ചെയ്യണേ? അപ്പോൾ സന്യാസി പറഞ്ഞു, കടിക്കുക എന്നത്, കുത്തുക എന്നത് തേളിൻ്റെ സ്വഭാവമാണ്, അതിനെ രക്ഷിക്കുക എന്ന എൻ്റെ സ്വഭാവമാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ സ്വഭാവത്തെ മാറ്റുക, മറ്റുള്ളവരെങ്ങനെയോ ആയിക്കോട്ടെ, നമ്മൾ കുറേ കൂടി വൃത്തിയുള്ളവരാവുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. നല്ലൊരു കേരളം സ്വപ്നം കണ്ടുവരും. നമ്മളുടെ കേരളം അല്പം വൃത്തിയും അടുക്കും ചിട്ടയും കൂടി വരികയാണെങ്കിൽ അത് വേറെ ലെവലാണ്. ലോകത്തിലെ തന്നെ അപൂർവം. ഇത്രയും നല്ല പരിസ്ഥിതി, ഇത്രയും നല്ല കാലാവസ്ഥ, ഇത്രയും നല്ല വെള്ളം, ഞാൻ എപ്പോഴും ആവർത്തിക്കാറുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിനാണ് ക്വാളിറ്റി. നമ്മൾ ഒത്തിരി വൃത്തി കൂടി ആയി വരുന്നുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. സോ താങ്ക് യു ഓൾ. വീണ്ടും കാണാം, കൊച്ചിയിലേക്ക് എത്തുമ്പോൾ കാണാം. അപ്പോൾ ഞാൻ ഇനി നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ പോർട്ടുഗലിലേക്ക് എത്തും. പോർട്ടുഗൽ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. സന്തോഷം, സ്നേഹം, നന്ദി.